ഇത് എത്ര 6 മാസം കഴിഞ്ഞു. 7-ാം മാസം. 7-ാം മാസം അല്ലേ? കൊലച്ചു തുടങ്ങിയോ? ഇല്ല, കുറച്ച് തുടങ്ങിയില്ല. ഇത് ആറ്റുനേന്ത്രം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഏതാ? ആറ്റുനേന്ത്രം. ഇതിന്റെ തൈ എവിടുന്ന? ഇത് ടിഷ്യൂ കൾച്ചറാണ്. നമ്മളിവിടെ ഈ നടുക്കര ഈ ആഗ്രോ ഫാമുണ്ട്. ഇതിന്റെ അകത്തോടെ കമുകാണോ വെച്ചേക്കുന്നേ? ഏതേതാ കമുക? ഏതാ ഇനം? ശതമംഗളാന്ന് പറയും. ശതമംഗള. പുഴയുടെ തീരം അല്ലേ? നമസ്കാരം ചേട്ടാ. നമസ്കാരം. പേരൊന്ന് പറയുമോ? എൻ്റെ പേര് TC മാത്യു. വീട്ടുപേര്? തരണിയിൽ അരിക്കുഴ. അരിക്കുഴ അല്ലേ? അരിക്കുഴ പഞ്ചായത്താണോ ഇത്? അരിക്കുഴ, മണക്കാട് പഞ്ചായത്ത് അല്ലേ? കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നല്ലേ? എങ്ങനെയുണ്ട്? സാറ്റിസ്ഫൈഡ് ആണോ കൃഷിയിൽ? സാറ്റിസ്ഫൈഡ് ആണോയെന്ന് ചോദിച്ചാൽ ഞാനൊരു തുടക്കക്കാരനാണ്. ഞാൻ എൻ്റെ ഫാദറായിട്ട് കൃഷിക്കാരനായിരുന്നു, ബിസിനസ്സുകാരനായിരുന്നു. പിന്നെ എൻ്റെ മൂത്ത ബ്രദറാണ് പ്രധാനമായിട്ട് ഞങ്ങളുടെ ഫാമിലി കൃഷികൾ നോക്കിക്കൊണ്ടിരുന്നത്. TC ജോളി എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷനിലാണ് ഞാനിത് ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത്. പണ്ട് ഞാൻ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ബിസിയായിരുന്നു. ഇപ്പോൾ എനിക്ക് കുറച്ച് സമയമുണ്ട്, ഒഴിവ് ഉള്ളതുകൊണ്ട് ഞാനൊരു കൃഷിയിൽ ഫോക്കസ് ചെയ്യും. ഇത് കൃഷി എന്ന് പറയുന്നത് കുറച്ച് ഗ്രാറ്റിഫയിങ് ആണ്. കുറച്ച് നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്നാണ് കൃഷി. അതുകൊണ്ടാണ് ഞാൻ പല സ്ഥലത്തും പല രീതിയിലുള്ള കൃഷിയാണ് അവലംബിച്ചിട്ടുള്ളത്. എത്ര നാളായി കൃഷിയിലേക്ക് വന്നിട്ട്? കൃഷിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു 6 വർഷം. ഫാദറായിട്ടുള്ളതാണല്ലേ? കുടുംബക്കാരായിട്ട് നേരത്തെ തന്നെ കൃഷിക്കാരാണ്. ചേട്ടന് വന്നിട്ട് ഇപ്പോൾ 6 വർഷമായി കൃഷിയിൽ. ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് 6 വർഷമായി. മോനെ ഉണ്ടോ? ഹെൽപ്പ് ചെയ്യാനായിട്ട് മോനുണ്ടോ കൂടെ? മോന് ആർക്കിടെക്റ്റ് ആണ്. മോനെ പേരെന്ന് പറയുമോ? എൻ്റെ പേര് അജയ് മാത്യു. എന്ത് ചെയ്യുന്നു? ഞാൻ ആർക്കിടെക്റ്റ് ആണ്. ഇപ്പോൾ സ്വന്തമായിട്ട് പുതിയതായിട്ടൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്, തരണി ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ്. ഓക്കെ, എവിടെയാ അത്? തൊടുപുഴ ബേസ്ഡ് ആണ്. വീട് പണിത് കൊടുക്കുക, ഡിസൈൻ ചെയ്യുക. വീടിന്റെ ഡിസൈനിങ് അല്ലേ? ഡിസൈൻ ആൻഡ് ബിൽഡിംഗ് എല്ലാം ചെയ്യും. ഓക്കെ, കൺസ്ട്രക്ഷൻ എല്ലാം ചെയ്യും. കൺസ്ട്രക്ഷന്റെ വർക്ക് എല്ലാം ചെയ്യുന്നുണ്ടല്ലേ? 3-4 പ്ലോട്ട്. ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതെല്ലേ? ഓക്കെ, തരണി ബിൽഡേഴ്സ് എന്നാണ് പേര്. ഓക്കെ, തരണി ബിൽഡേഴ്സ്. അപ്പോൾ ഈ പ്ലോട്ട് പുഴതീർ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ അവലംബിച്ചിരിക്കുന്ന കൃഷി രീതി എന്ന് പറയുന്നത് ഒരു മൾട്ടി ക്രോപ്പാണ്. പ്രധാനമായിട്ട് ഇത് ഞാൻ മാങ്കോസ്റ്റിനിലൊക്കെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 600 മാങ്കോസ്റ്റിൻ കൃഷി ചെയ്തിട്ടുണ്ട്. 600 മാങ്കോസ്റ്റിന് ഇടവിളയായിട്ട് കമുകുണ്ട്, വാഴയുണ്ട്, തേക്ക്. ഇത് 4 കൂട്ടമാണ് ഈ പ്ലോട്ടിൽ കൃഷി ചെയ്തിട്ടുള്ളത്. മാങ്കോസ്റ്റിന് കുറച്ച് ഷെയ്ഡ് ഫ്രണ്ട്ലി ആയതുകൊണ്ടും വേനക്ക് അതിന് തണൽ വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വാഴ വെച്ചിരിക്കുന്നത്. ഇത് കൊലക്കാറായതല്ലേ? ഇത് ആവാറായിട്ടുണ്ട്. ഇത് എത്ര മാസം ആയി? ഇതൊരു 6 മാസം കഴിഞ്ഞു. മൊത്തം തുള്ളി തന്നെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ചുവട്ടിൽ എല്ലാത്തിനും ട്രിപ്പ് കൊടുത്തിരിക്കുക. ട്രിപ്പ് അതെല്ലേ? ഇത് ഓട്ടോമേറ്റഡ് ആണ് കംപ്ലീറ്റ്. നമ്മൾ ഇവിടെ വരേണ്ട കാര്യമില്ല. എല്ലാം ഓരോ സോണിംഗ് ഉണ്ട്. 4 സോണായിട്ട് തിരിച്ചിട്ട് ഇതിന് പ്രത്യേക ടൈം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇവനാണ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഫുള്ള് ഡിജിറ്റൽ സ്കെച്ച് എടുത്തായിരുന്നു. സ്കെച്ച് എടുത്തിട്ട് ഏത് ചെടി എവിടെ പ്ലാൻ ചെയ്യാമെന്ന് കമ്പ്യൂട്ടറിൽ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. പിന്നെ മൊത്തം ഡ്രിപ്പിലായിരിക്കണം ഓടണം എന്ന് ആദ്യമേ നമുക്കൊരു ഐഡിയ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇത്രയും ചെടികൾ പൈപ്പിട്ട് നനയ്ക്കുന്ന കാര്യം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് ഡ്രിപ്പാണെങ്കിൽ അതിലൂടെ നമുക്ക് വളം എന്താണെങ്കിലും നമുക്ക് കയറ്റിവിടാം. എല്ലാ ചെടിക്കും കിട്ടും, സഫീഷ്യൻ്റ് ആയിട്ടുള്ള വെള്ളം എല്ലാം കിട്ടും. അപ്പോൾ ഇത് മൊത്തം ഈ സ്ഥലം നമ്മൾ ഈ ഡിജിറ്റൽ സർവേ ചെയ്തിട്ട് ഇത് ഒരു ഗ്രിഡ് വരച്ചിട്ട് 24 അടി യിലാണ് ഈ ഗ്രിഡ്. ഈ മാങ്കോസ്റ്റിനാണ് പ്രധാന വെള്ളം. നമ്മൾ ഭാവിയിലേക്ക് കാണുന്ന മാങ്കോസ്റ്റ്. ഈ മാങ്കോസ്റ്റിൻ വെച്ചിട്ട് എത്ര നാളായി? ഇത് മാങ്കോസ്റ്റിൻ വെച്ചിട്ട് ഇപ്പം 6 മാസമായി അല്ലേ? ഈ മാങ്കോസ്റ്റിന്റെ അകലം ഒന്ന് പറയോ? എന്തോ? മാങ്കോസ്റ്റിന്റെ അകലം
24 അടി അടിയിലാണ് മാങ്കോസ്റ്റും വെച്ചേക്കുന്നത്. അപ്പോൾ അതിൽ 8 അടിക്ക് നമ്മൾ ഇവിടെ കമുക് വെച്ചിട്ടില്ല. അന്ന് കമുക് കൊണ്ടുപോയി തേയാത്തതുകൊണ്ടാണ്. റെയറായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ശതമംഗള എന്ന് പറയുന്നത്. ശതമംഗള എന്ന് പറയുന്നത് വിറ്റാലിലെ CPCRIയിൽ അവർ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഏറ്റവും പുതിയ വെറൈറ്റിയാണ്. ഇത് ഡ്രിപ്പിൽ കൂടെ വളം കൊടുത്തുകൊണ്ടും വളരെ ശാസ്ത്രീയമായിട്ട് വളം കൊടുത്തുകൊണ്ടാണ് ഇത്രയും ഗ്രോത്ത് ഈ വാഴയ്ക്കുണ്ടായിരിക്കുന്നത്. ഈ വാഴയ്ക്ക് എന്തൊക്കെ മരുന്നുകൾ? ഞങ്ങൾ NPK ആണ് ആദ്യം പ്രധാനമായിട്ട് ഇട്ടത്. ഇത് ആദ്യം ഡോളമൈറ്റ് കുമ്മായോ ഇട്ടിട്ട് ഇതിൻ്റെ pH കറക്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ അടിസ്ഥാനം എല്ലുപൊടിയും ചാണകവും ഇതെല്ലാം കൂടെ ഇട്ടിട്ടുള്ള ഒരു അടിസ്ഥാന വളം ഇട്ടു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഇതെല്ലാം വെച്ചിട്ട് എല്ലാ ചൊടിയുടെ ഇതിൽ ഈ ഡോളമൈറ്റും ഇത് ഇട്ടിട്ടുണ്ട്. ഇത് നന എപ്പോഴാണ് ഇതിൻ്റെ ചോട്ടിക്കൂടെ എപ്പോഴാണ് വെള്ളം എത്തുന്നത്? അത് 4 നേരം നമുക്ക് ഇഷ്ടമുള്ള സമയം നമുക്ക് സെറ്റ് ചെയ്യാം. ദിവസം 4 നേരം നനയുണ്ടോ? 4 നേരം നനയുണ്ട്. അതെല്ലേ, മൊത്തം ഫുള്ളായിട്ട് ഈ തോട്ടം 4 സോണായിട്ടാണ് ടോട്ടല് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ സോണ് നമ്മളിപ്പോൾ അരമണിക്കൂർ എന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓരോ സോണ് അരമണിക്കൂർ വെച്ച് ഇങ്ങനെ തീർന്നു കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇത് എല്ലാം തന്നെ 8 അടിക്കാണ് ഈ ഗ്രിഡ്. ആ 8 അടിക്കുള്ള ഗ്രിഡിൻ്റെ അകത്ത് ഇടക്കൂടെയാണ് വാഴ. അപ്പോൾ വാഴയും 8 അടിയായിരിക്കും, കമുകും 8 അടിയായിരിക്കും, മറ്റേ 24 അടിക്കാണ്. അപ്പോൾ ഈ ഗ്രിഡ് തരംതിരിച്ചത് ഇത് ഇട്ടിട്ടാണോ, ഈ ഹോസ് ഇട്ടതിന് ശേഷമാണോ? അല്ലല്ല, ഇതെല്ലാം ആദ്യമേ നമ്മൾ ലൈൻ അടിച്ചിട്ടാണ് കുഴി എത്തിയിടാൻ. ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതിൻ്റെ ഗ്രിഡ് കണ്ടോ, ആ കമുകും ഇതെല്ലാം ഓരോ ഇതിൽ വരും. ഡയഗണലായിട്ട് നോക്കിയാൽ ഇങ്ങനെ നോക്കിയാലും കാണും. ഇപ്പം നോർത്ത് സൗത്ത് എങ്ങനെ നോക്കിയാലും ഡിജിറ്റൽ സർവേ ചെയ്യുമ്പോൾ ഒരു ഗുണമുണ്ട്. നമുക്ക് എത്ര ചെടി ഒരു സൈറ്റിൽ ഇവിടെ കൊള്ളുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനനുസരിച്ച് പർച്ചേസ് ചെയ്താൽ മതി. ഡിജിറ്റൽ സർവേ മോൻ തന്നെയാണ് ചെയ്തത്? അല്ല, ഡിജിറ്റൽ സർവേ നമുക്ക് വെളിയിൽ നിന്ന് ആൾക്കാരുണ്ട്, അവരെ വിളിച്ച് നമ്മൾ ചെയ്തു, വന്ന് ചെയ്തു തരും. അപ്പോൾ ഡിജിറ്റൽ സർവേ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ ഇവിടെ നടുന്ന പ്ലാന്റിനെ കുറിച്ച് നമ്മൾ അതായത് കമുകും സൈറ്റ് എങ്ങനെ ഇരിക്കണമെന്നുള്ളൊരു ലേ ഔട്ട് നമുക്ക് കിട്ടും. എത്ര അകലമുണ്ട്, എങ്ങനെ നമുക്ക് ചെയ്യാം. നമ്മളിവിടെ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ ഈ പ്ലോട്ടിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു റോഡ് നടുക്കിൽ കൂടി വിട്ടു. അതാകുമ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ചാണകമാണെങ്കിലും എന്തെങ്കിലും വളം എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ തന്നെ ഈ വഴി കൂടി നമുക്ക് 2 സൈഡിലേക്ക് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എളുപ്പത്തിനാണ്. ഒരു സൈഡിലാണെങ്കിൽ ഡിഫിക്കൽട്ടാണ്. ഇത് തേക്കല്ല നട്ടുപിടിപ്പിച്ചേക്കുന്നത്? ഇതൊന്നും എടുത്ത് നോക്കും. ഇത് കറക്റ്റ് 7 മാസമായ തേക്കാണ്. 7 മാസം ടിഷ്യൂ കൾച്ചർ തേക്കാണ്. കൂട്ടിയാങ്കൽ നഴ്സറി പാലായിൽ നിന്നാണ് ഞങ്ങൾ തൈ എടുത്തത്. അപ്പോൾ ഇതെന്താ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവൻ ബൗണ്ടറി കൂടെയും ഈ നടുക്കൂടെയും മാത്രമാണ് തേക്ക് കൃഷി ചെയ്തിട്ടുള്ളൂ. ഭാവിയിലേക്ക് ഇതിൻ്റെ അകത്ത് 150 തേക്കുണ്ടാവും. 2.5 ഏക്കറിൽ 150. അതായത് നമ്മൾ വഴി വരുന്ന സ്ഥലത്തോടെ എല്ലാം തേക്ക് നട്ടു. പ്ലോട്ട് ബൗണ്ടറിയിലും തേക്ക്. അകത്തേക്ക് ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഷെയ്ഡ് കുറെ കഴിയുമ്പോഴത്തേനും ഈ മാങ്കോസ്റ്റിന് ഷെയ്ഡ് ഫ്രണ്ട്ലി ആണ്. ഷെയ്ഡ് പാടുണ്ടെങ്കിലും അരക്കാമരത്തിന് അത്ര ഷെയ്ഡ് നല്ലതല്ല. ഓക്കെ, ചേട്ടന് ഈ ബൗണ്ടറിയിൽ മൊത്തം തേക്കാണ് വെച്ചിട്ടുണ്ട്. ടിഷ്യൂ കൾച്ചർ തേക്കാണ്. നല്ല വളർച്ച. ഇപ്പോൾ 2 ആൾ പൊക്കത്തിൽ മുകളിലുണ്ടല്ലേ വളർച്ച? തേക്ക് 3 അടി 3 ആൾ മേലെ പൊക്കമുണ്ടല്ലേ? ഇത് ഒരു വർഷം ഇതെങ്ങനെ വളഞ്ഞു കുത്തുന്നു അങ്ങനെ സംഭവം ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇത് കെട്ടി കൊടുത്തിട്ടാണ്. ആദ്യം നമ്മൾ കെട്ടി കൊടുത്ത് ആ കെട്ട് മറ്റേ കുറ്റി അടിച്ച് ഇത് കൊടുത്തിട്ടുണ്ട്, സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഈ വാഴ നോക്കിയിട്ടേ എല്ലാം കോണോട് കൂടും, എല്ലാം വരുന്നത് എവിടെ സൈഡിൽ നോക്കിയാലും നമ്മൾ ഇതുപോലെ നേരെ നോക്കി കഴിഞ്ഞാൽ അതുപോലെ സൈഡിൽ നോക്കിയാലും ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം. ഇതാണ് ഇങ്ങനെ ഈ സൈഡ് ഇങ്ങനെ നോക്കിയാലും അതുപോലെ ഇതുപോലെ നോക്കിയാലും അതുപോലെ ഈ ടൈപ്പ് നോക്കിയാലും ഏത് വെർഷനെ നോക്കി കഴിഞ്ഞാലും എല്ലാം കറക്റ്റായിരിക്കും. ഇതിലൊരു നന്നായിട്ട് പരിപാലിച്ച 3 ഇഞ്ച് വളർച്ച ഒരു വർഷം ഉണ്ടാവുമെന്നാണ് കണക്ക്. ഞാൻ ഉറപ്പ് പറയുന്നു ഈ തോട്ടത്തിൽ എനിക്ക് 4 ഇഞ്ചെങ്കിലും മിനിമം ഉണ്ടാവും. ഇത് വെറും 7 മാസം 6 മാസമോ 7 മാസമോ ആയ തേക്കാണിത്. 7 മാസമായ തേക്ക അല്ലേ? ഈ തേക്ക് ടിഷ്യൂ കൾച്ചർ ഇത് എന്തേലും മേടിച്ചപ്പോൾ ഈ തൈ എന്തേലും ഉണ്ടായിരുന്നു? വലുപ്പം ഒന്ന് ഇത്രയും വലുപ്പം ഉണ്ടായിരുന്നു? 1 അടി വലുപ്പം ഉണ്ടായിരുന്നു അല്ലേ? 1 അടി കഷ്ടി ഉണ്ടായിരുന്നുള്ളൂ അല്ലേ?
അത് കഴിഞ്ഞിട്ട് നേരെ കൊണ്ടുവന്നിട്ട് മേടിച്ചിട്ട് ഇവിടെ തന്നെ പിന്നെ നമ്മൾ വീട്ടിൽ പരിപാലിച്ചു അത് അല്ല കുറച്ച് നാൾ വെക്കേണ്ടി വന്നു ഈ ഇവിടെ സ്ഥലം ഒരുങ്ങാനായിട്ട് താമസിച്ചു. ഈ വർഷം ഇവിടെ മാത്രം നമുക്ക് സാറിന് ഇത് ജൂണിൽ തന്നെ നമുക്ക് കൃഷി ഈ തൈ വീട്ടിലെ കൂടക്കകത്തല്ലേ കൂടക്കകത്ത് ഇറക്കി വെച്ചിട്ട് വേറെ എന്തൊക്കെ വളങ്ങൾ ആ സമയങ്ങളിൽ ഇട്ട് കൊടുത്തത്? കൂടക്കകത്ത് വളമൊന്നും ഇട്ട് കൊടുത്തില്ല, നനച്ചു കൊടുക്കുക മാത്രമേ ചെയ്തോളൂ. ഫസ്റ്റ് ഈ ലാൻഡ് ഫുൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് നേരത്തെ റബ്ബറായിരുന്നു, ഫുൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ JCB ഒക്കെ വെച്ചിട്ട് ഒന്ന് സോയിൽ ഒന്ന് ലൂസാക്കി. എത്ര അടി എത്ര അടി ആമുണ്ടല്ലോ ഒരു ബക്കറ്റ് ഫുള്ളായിട്ട്. അപ്പൊ അത്രയും മണ്ണ് ലൂസ് ആകുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം കെട്ടി നിൽക്കത്തില്ല. വെള്ളം ഇപ്പൊ മഴ പെയ്യുവാണെങ്കിലും ഒരു 10 മിനിറ്റ് കൊണ്ട് ആ വെള്ളം താഴേക്ക് പൊക്കും. ഇപ്പൊ ഈ ലാൻഡ് കിടക്കുന്നത് മൊത്തം ഫ്ലാറ്റ് ആയിട്ടാണ് കിടക്കുന്നത്, മൊത്തം ലെവൽ ചെയ്തു, വേറെ കുഴികളൊന്നും ഇല്ല. ഞാൻ തേക്കിനെ പറ്റി പറഞ്ഞു. ഇനി രണ്ടാമത് പ്രധാനമായിട്ടും നമ്മുടെ ഇവിടുത്തെ കൃഷി എന്ന് പറയുന്നത് ഇതിനകത്ത് മാങ്കോസ്റ്റിനാണ്. മാങ്കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10-100 വർഷത്തേക്കുള്ള ഒരു ക്രോപ്പാണ്. അതൊരു ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു നട്ടതിന് ശേഷം ഇത് 2.5-3 വർഷം പ്രായമുള്ള തൈയാണ് വെച്ചിരിക്കുന്നത്. ഇത് ജൂണിൽ എനിക്ക് ഇത് പ്ലാന്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം ഇവിടുത്തെ റബ്ബർ മഴ പെയ്തപ്പം ഇവിടുന്ന് വെട്ടി ഇറങ്ങാനായിട്ട് ബുദ്ധിമുട്ട് വന്നു. അതുകൊണ്ട് ഓഗസ്റ്റ് അവസാനമാണ് എനിക്കിത് പ്ലാൻ ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഒരു ചെറിയ ക്ഷീണം അതിന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, അത് ഞാൻ ഈ വർഷം കൊണ്ട് അത് റിക്കവർ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ടും മാങ്കോസ്റ്റിനാണ് ഇതിൻ്റെ അകത്ത് 160 മാങ്കോസ്റ്റിനുണ്ട് ഇതിൻ്റെ അകത്ത്. 160 അല്ലേ? ഇനി ഇത് എത്ര ഏക്കർ? ഇത് 2.5 ഏക്കർ സ്ഥലം. ഞാൻ കാണിച്ചത് ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ ശതമംഗള എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഈ വിറ്റാലിലെ കർണാടകത്തിലെ CPCRI ഇന്ന് ഡെവലപ്പ് ചെയ്തിരുന്ന ഒരു ഇനമാണിത്. ഇത് കേരളത്തിൽ വളരെ അപൂർവമായിട്ട് ആരെങ്കിലും ഈ ശതമംഗലം നട്ടിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശതമംഗലം ഞാൻ ഈ പേര് തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. ശതമംഗലം ഇവിടെ എല്ലാം ഇന്ന് മംഗളയും ഇൻഡസ്ട്രി മംഗള അങ്ങനെയുള്ള മോഹിത് നഗർ കാസർഗോഡനൊക്കെയാണ് സാറിന് അവിടെ വെക്കുന്നത്. 6 മാസം കഴിഞ്ഞോളൂ വെച്ചിട്ട്. അതെ അല്ലേ? ഇത് എത്ര നാൾ കഴിയുമ്പോൾ ഇത് കായ്ക്കും? ഇത് 4-ം വർഷം കായ്ക്കണം. 4-ം വർഷം. ഒരു ആൾക്കാർ 2.5 വർഷം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും 4-ം വർഷത്തെ കൂട്ടിയാൽ മതി. 6-ം വർഷം ഇത് ഫുൾ ത്രോട്ടിൽ ഇതിനൊരു വിളവുണ്ടാവുള്ളൂ. അതെ അല്ലേ? അതായത് ഈ കമുകിന്റെ അകലം ഒന്ന് പറയുമോ? കമുക് ഇതിന്റെ അത് 8 അടി അകലത്തിലാണ് ഈ കമുക് വെച്ചേക്കുന്നത്. ഗ്രിഡാണ്, 20 അടിയുടെ മംഗോസ്റ്റിന് 24 അടി 8 അടിയുടെ 8 അടി നീളം. 24 ഇടയ്ക്ക് രണ്ട് അടയ്ക്കാമരം വരും. അതെ അല്ലേ? 74 ഇടയ്ക്ക്. അതുപോലെ തന്നെ അതിന്റെ ഇടയ്ക്കൂടെ ഓരോന്നിന്റെ 2 അടയ്ക്കാമരത്തിന്റെ ഇടയ്ക്കൂടെയാണ് ഈ വാഴ വെച്ചേക്കുന്നത്. ഷെയ്ഡ് കിട്ടാൻ ഈ വാഴയുടെ അകലം ഒന്ന് പറയോ? വാഴയുടെ 8 അടി അല്ലേ? ഇപ്പൊ 4 അടയ്ക്കാമരത്തിന്റെ നടുക്കായിട്ടാണ് വാഴ നട്ടേക്കുന്നത്. അതായത് 4 വാഴയുടെ ഇടയ്ക്ക് 4 വാഴയുടെ ഇടയ്ക്ക് വരാൻ പാകത്തിന് ഇത് ഒരു കമുക്. 4 വാഴയുടെ നടുക്കാണ് ഒരു വാഴ, ഒരു അടയ്ക്കാൻ വരാം. അങ്ങനെയും വരാം. നടുക്കായിട്ടാണ് ഒരു ഓഹോ. മംഗോസ്റ്റിന് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മംഗോസ്റ്റിന്റെ ഇവിടെന്ന് മംഗോസ്റ്റിന് ഇതുമായിട്ട് 8 അടിയുണ്ട്. ഇത് രണ്ടും തമ്മിൽ 8 അടി ഡിസ്റ്റൻസ് ഉണ്ട്. ഈ കമുകിന്ന് അടുത്ത കമുകിലേക്ക് 8 അടിയുണ്ട്. ആ കമുകിന്ന് അടുത്ത മംഗോസ്റ്റിനാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ 24 അടി വരും. 24 അടി 8, 16, 24. ഓ അങ്ങനെ. അതായത് വാഴയുടെ അകലം 8 അടി, വാഴയുടെ തമ്മിലുള്ള അകലം 8 അടി. അതെ. അതുപോലെ തന്നെ കമുകിൻ്റെ അകലം എന്ന് പറയുന്നത് അത് 8 അടി. മംഗോസ്റ്റിൻ്റെ 24 അടി. മംഗോസ്റ്റും തമ്മിൽ 24 അടി. 2 മംഗോസ്റ്റിൻ്റെ ഇടയ്ക്ക് 2 കമുകുണ്ട്. 2 മംഗോസ്റ്റിൻ്റെ ഇടയ്ക്ക് 2 കമുക് വരുന്നുണ്ട്. ഓഹോ. വരുന്ന എല്ലാത്തിനും അങ്ങനെ വരുന്നു. എല്ലാം അങ്ങനെ വന്നിട്ടുണ്ട്. കാണാം നമുക്ക് മംഗോസ്റ്റും കഴിഞ്ഞ് കമുക് 2 പിന്നെ മംഗോസ്റ്റിന് പിന്നെ 2 കമുക്. അങ്ങനെയാണ് ഈ ഒരു ലൈൻ പോയേക്കുന്നത്. ഈ ഒരു ലൈന് ഇപ്പുറത്തെ വരുമ്പോൾ വ്യത്യാസം വരും അല്ലേ? ഇപ്പുറത്തെ വരുമ്പോഴത്തേക്കും അതേപോലെ തന്നെ ഈ ഇപ്പൊ ഇവിടെ മംഗോസ്റ്റിന് ഇത് മംഗോസ്റ്റും കഴിഞ്ഞിട്ട് ഇവിടെ 2 കമുക് കഴിഞ്ഞ് വീണ്ടും മംഗോസ്റ്റിന് എല്ലാ സൈഡിലേക്കും അങ്ങനെയായി. അതെ അല്ലേ? ഓഹോ. വാഴ തമ്മിലുള്ള ഈ ദൂരം 8 അടിയാണ്. വാഴ ഓക്കെ. അതെ അല്ലേ? നല്ല പ്ലാന്റിങ് കേട്ടോ. നല്ല പ്രീ പ്ലാനഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കാരണം ഇത് മറ്റുള്ള കൃഷിക്കാർ പഠിക്കേണ്ടതാണ്. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമായി, ഈ ഒരു തേക്ക് നമ്മൾ 16 അടിയാണ്. തേക്കിൻ്റെ 16 അടിക്കാണ്. ഈ അതിർത്തിയിൽ നിന്ന് നമ്മൾ തേക്ക് എത്ര മീറ്റർ വലിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്? ഞങ്ങൾ 1.5-2 മീറ്റർ 1.5 മീറ്റർ അകത്താണ് 1.5 മീറ്റർ വലിച്ച് ഒരു
ഒരു തേക്കും ഒരു തേക്കും തമ്മിൽ 16 അടി വ്യത്യാസമുണ്ട്. നമുക്കിത് പ്രൂൺ ചെയ്ത് കളയേണ്ടി വരികയില്ല. പിന്നെ ഉള്ള തേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേക്കിന് നമ്മൾ പെട്ടെന്ന് ബ്രാഞ്ച് വരും. ഈ തേക്ക് 16 അടിയാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അതെ. അപ്പോൾ ഇതിനൊന്നും ഇവിടെ നന്നായിട്ട് നേരെ പോകുന്നതിനകത്ത് ബ്രാഞ്ച് പൊട്ടാറില്ല. പക്ഷെ മുകളിൽ ചെല്ലുമ്പോൾ ബ്രാഞ്ച് ഇതൊക്കെ ഇത് കട്ട് ചെയ്ത് കളയാം. ഓഹോ, പ്രത്യേക ഇതുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഇത് നിർത്തണ്ടല്ലേ? നിർത്തേണ്ട കാര്യമില്ല. പിന്നെ ഉള്ളത് ഈ കാണുന്ന നിർത്താവും. ഇതിൽ ഇവിടുന്ന് ഒരു സംഭവം ഉണ്ടായി വന്നിട്ടുണ്ടെങ്കിൽ മുകളിലായിട്ട് ഇത് ഞാൻ കാണിച്ചു തരാം. ഈ സാധനം ഇത് വളർന്ന് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒടിച്ചാൽ അത് കൂടുതൽ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് സ്റ്റെമ്മിന് കേടുവരും. ഇത് കാമ്പ് പോലെ വരുമ്പോഴത്തേനും അത് ഇതിനേക്കാൾ ചെറുതായപ്പോൾ തന്നെ ഒടിച്ചു കളയണം. അതായത് ഇത് ഇങ്ങനെ ഉള്ളി എടുക്കാം അല്ലേ? ഇങ്ങനെ കുഴപ്പമില്ല അല്ലേ? ഇത് പാവാ ഈ ടൈപ്പ്. പിന്നെ ഇല്ലാത്ത നമ്മൾ ഇതുണ്ട്, സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയും. സ്റ്റെമ്മിന് കേട് വരാൻ പാടില്ല. അതെ അല്ലേ? അതിൻ്റെ തന്നെ കട്ടറുണ്ട്. തേക്കെല്ലാം ഒരേപോലെ അല്ലേ? ഒരു വ്യത്യാസമില്ല. കറക്റ്റായിട്ട് തന്നെ എല്ലാം വരി നിരയായിട്ട് കേട്ടോ, ഒരു വ്യത്യാസമില്ല. ഒരു നൂല് ഇടയ്ക്ക് പോലും വ്യത്യാസങ്ങളില്ലാതെയാണ് ഈ തോട്ടം. ഇത് ഇപ്പം നമ്മുടെ ഇതുണ്ട്, ഈ ഇലവളം കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും. ഇലവളം എല്ലാം ഇത് തേക്കിന് കൊടുക്കുന്നുണ്ട്. ഫോളിയറിന്റെ തേക്കിന് കൊടുക്കുന്നുണ്ടോ? തേക്ക് എല്ലാത്തിനും അടിക്കും. എല്ലാത്തിനും. അതെങ്ങനെയാ അടിക്കുന്നത്? എങ്ങനെയാ? അത് സ്പ്രെയർ വെച്ചിട്ടാണ്. അത് എത്ര നാൾ കൂടുമ്പോൾ? അത് ഇപ്പം നമ്മൾ അടിച്ചിട്ട് ഇപ്പോൾ 2 മാസമായി. അതിന് ചിലക്ക് ഇതിന് കേടിന് വേണ്ടിയിട്ട്, കാരണം വാഴയ്ക്ക് കേടുണ്ടാവാൻ അടിക്കുന്ന ഇത് നമ്മൾ സ്പ്രെയർ വെച്ച് ഇത് സ്പ്രേ ചെയ്യില്ലേ ഇതിനെ? ഇത് ടൈമുണ്ടോ ഇതിന്? എത്ര ടൈം വരെ ഉണ്ടോ? രാവിലെ മോർണിംഗ്? അല്ല, എപ്പോഴും രാവിലെയാണ് ചെയ്യുക. രാവിലെ അല്ലേ? അപ്പോൾ ഒരു നല്ല വെയിൽ വരുന്നതിന് 11:30 ആവും എല്ലാം ഫിനിഷ് കഴിയും അല്ലേ? എന്തായാലും ഞാൻ ഇവിടെ കളയണം. അത് സാധാരണ ഇത് എല്ലാവരും ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഇത് 2 ഏറ്റവും നല്ല ഗ്രോത്ത് ഉള്ള 2 നിർത്തും അടുത്ത വർഷത്തേക്ക്. ഇതിൻ്റെ അല്ലേ? ഈ വാഴയുടെ ഇനം ഏതാ? ഇതാണ് ആറ്റ് നേന്ത്രം. ഇത് എത്ര കിലോ വരെ ആവും ഒരെണ്ണം? ഇത് 25 കിലോ 30 കിലോ വരെ. മുട്ട് വേണോ ഇതിന്? താങ്ങാല് വേണോ? അതിന് പകരം വേറൊരു ഒരു സിസ്റ്റം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് വള്ളിയും കൊണ്ട് തന്നെ ഇത് ഡീൽ ചെയ്യുന്നത്. അത് വരി നിരയാറും കൃത്യം വള്ളി അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും അല്ലേ? ഇല്ലെങ്കിൽ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇത് ലോക്ക് ചെയ്ത് അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും കൂടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എക്രോസും ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും 2 രീതിയിൽ എന്ന് പറഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറും തെക്ക് വടക്കും നമ്മളിങ്ങനെ കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയില്ല. ഇല്ലെങ്കിൽ ഇത് കെട്ടി എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിലും 3-4 സ്ഥലത്തേക്ക് വെട്ടി ഉണ്ടായി കഴിയുമ്പോൾ അത് നിർത്തും. അതിന്റെ 2 വർഷം നിർത്തും. 2 വർഷം നിർത്തും. ഇപ്പോൾ 1-ാം വർഷം 2 വർഷത്തിൽ കൂടുതൽ ഒരു പ്രാവശ്യയുടെ വിളവെടുക്കും. ചുരുക്കി ഒരു കൊല്ലയുടെ വിളവെടുക്കും. കാരണം പിന്നെ ബാക്കി ഈ കമുകിനെയും പരിപാലിക്കും, ഈ മംഗോസ്റ്റിനെയും പരിപാലിക്കും. ഇത് എത്ര നാൾ കൂടുമ്പോൾ ഇത് കട്ട് ചെയ്യുന്നേ? ഈ വാഴയുടെ ഇത് സ്ലാഗ് ചെയ്ത് ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെട്ടിക്കളയും. സാറിന് ഉണങ്ങേണ്ട കാര്യമില്ല. വാഴയ്ക്ക് അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഇല നിർത്തേണ്ട കാര്യമില്ല. അത് ബാക്കിയുള്ള ചെടികൾക്കെല്ലാം ഒരു തണുപ്പായിട്ട് പൊതയായിട്ട് ഇടാൻ പറ്റും വേനൽക്കാലത്ത്. പിന്നെ ഇതിൻ്റെ അകത്ത് വാഴയ്ക്കുള്ള ഒരു വിഷയം, നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ കേട് വരും. ഈ കൂമ്പടച്ചിൽ ഇങ്ങനെയുള്ള കേടുകൾ വരും. അതല്ലേ? അങ്ങനെ കേടുകൾ വന്നിട്ടുള്ള എനിക്ക് ലക്കിലി ഇതിൻ്റെ അകത്ത് 1300 വാഴയുണ്ട്. ഇതിൻ്റെ അകത്ത് 1300 വാഴയുണ്ട്. 1300 വാഴയ്ക്കകത്ത് എനിക്കൊരു മാക്സിമം ഒരു 10-20 എണ്ണ അങ്ങനെയൊക്കെ വെട്ടിക്കളയേണ്ടി വന്നുള്ളൂ. അതല്ലേ? അതൊരു വൈറസ് പോലെയാണ്, അത് പെട്ടെന്ന് പകരും. അപ്പോൾ അത് നമ്മൾ താഴെയിട്ട് കത്തിച്ചത് ഡിസ്ട്രോയ് ചെയ്തു. അങ്ങനെ വരാറുണ്ടല്ലേ? എത്ര വാഴയ്ക്കാണ് കേട് കണ്ടു? ഒരു 10-20 എണ്ണ ഇതുവരെ വന്നുള്ളൂ. സാധാരണ അത് തുടക്കത്തിലായിരുന്നു കണ്ട കേട് അല്ലെ? ഈ അടുത്ത നാളല്ലേ? അപ്പോൾ അത് ഇതിൻ്റെ കൂമ്പടയ്ക്കുക. കൃഷിഭവനിൽ നിന്ന് ഇങ്ങനെയുള്ള ഈ തോട്ടങ്ങൾ വന്ന് കണ്ടിരുന്നോ? അവരെന്താ അഭിപ്രായം പറഞ്ഞു? കണ്ടായിരുന്നോ? കൃഷിഭവനിൽ നിന്ന് കണ്ടില്ല. അവർ നല്ല സപ്പോർട്ടുണ്ട്. ഇതിന് നമ്മൾ ഈ ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടിയിട്ട് ഈ കാക്കനാട്, ഇത് എറണാകുളം ജില്ലയാണ്. അപ്പോൾ കാക്കനാട് നിന്ന് അവർ ഡ്രിപ്പിനൊരു ചെറിയ സബ്സിഡി വന്നിട്ടുണ്ട്, ഒരു 50,000. അതെല്ലേ? 56 ആണ്. ഇത് ഇത്രയും സ്ഥലം ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നതിന് എന്നാ മുടക്കായി? 2.5 ഏക്കർ ഫുള്ള് ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു? ഇത് ഏകദേശം എനിക്ക് മോട്ടർ ഉൾപ്പെടെ 2.5 ലക്ഷം രൂപ മേലെ ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക്. അതിൻ്റെ ഏത് മോട്ടർ വെച്ചാക്കുന്നത് ഇതിൽ? ഇതിൻ്റെ അകത്ത് ഡെക്കാൻ്റെ സബ്മേഴ്സിബിൾ മോട്ടറാണ്. ഓക്കെ. വാറണ്ടി ഉള്ളതാണോ? അത് വാറണ്ടി ഉള്ളതാണ്. പിന്നെ ഞാൻ ഈ സദമംഗല തൈയുടെ പ്രത്യേകത കണ്ടിട്ടുണ്ട്. ഇത് ഒരുപാട് ഇങ്ങനെ ഇതിൻ്റെ ലീഫ് ഒരുപാട് ട്വിസ്റ്റ് ചെയ്താണ് വരുന്നത്. ഈ തൈ എവിടെ നിന്ന് മേടിച്ച? ശതമംഗലം. ഇത് വിറ്റാൽ കർണാടകത്തിൽ നിന്നാണ്. കർണാടകത്തിൽ? അവിടെ ഇല്ല, ഇവിടെ നിന്ന് ഒരിടത്തും അവൈലബിൾ അല്ല. അവിടെ പോയി എടുത്തോ? അവിടെ പോയി എടുത്തു. അവിടെ പോയി തൈക്ക് തന്നെ അവിടെ വന്നു.
ഒരു തൈക്ക് അവിടെ എനിക്ക് 35-40 രൂപ ഉണ്ടായിരുന്നു അവിടെ അല്ലേ? പിന്നെ ഇവിടെ ട്രാൻസ്പോർട്ട് അതിൻ്റെയൊക്കെ നമ്മൾ സ്വന്തം വണ്ടിക്കാണോ പോയത്? ഞാൻ എൻ്റെ വണ്ടി നമ്മുടെ കേരള രജിസ്ട്രേഷൻ ആയതുകൊണ്ട് അവിടുന്ന് അവർ ഇവിടെ കൊണ്ടുവന്നു. അവരിവിടെ കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോൾ എന്നാ കൂടെ കായി ഒരു തൈക്ക്? അയ്യോ അത് ഞാൻ കണക്കില്ല. എന്തായാലും 10-24,000 രൂപ മേലെ വണ്ടിക്കൂലി മാത്രമായി. 24,000 രൂപ. അപ്പോൾ ഒരു തൈക്ക് 100 രൂപ വന്നെന്ന് പറയാം അല്ലേ? എത്ര കമുക് വെച്ചിട്ടുണ്ട്? ഇതിപ്പോൾ 1050 കമുക് വെച്ചേക്കണം. വാഴയോ? താഴെ നമ്മൾ കമുക് വെച്ചില്ല, 1300. അപ്പം വാഴയുടെയും അകലം തുല്യമായ കാരണം കമുകിൻ്റെയും വാഴയുടെയും അവിടെ കൂടുതൽ വാഴയുണ്ട്, അവിടെ കമുക് വെച്ചില്ല. അപ്പോൾ 1350ഓളം 160 മങ്കുസ്റ്റിന് 150 തേക്ക് 150 തേക്ക് എല്ലാം കറക്റ്റ്. അതായത് നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാം ഫെയിലായാലും 20 വർഷം കൊണ്ട് ഈ തേക്ക് 80 ഇഞ്ചാക്കും. അതാണ് എൻ്റെ ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ ഇത് അജയ്ക്കും അജയുടെ പിള്ളേർക്കൊക്കെ വെച്ചിട്ട് മോനെ കേട്ടോ. എന്താണെങ്കിലും എനിക്ക് സുഹൃത്തുക്കളെ, എനിക്ക് വളരെയധികം ഞാൻ ഈ വീഡിയോനെ പൂഴ്ത്തി പറയുന്നില്ല, എനിക്ക് ഒത്തിരി അഭിമാനം തോന്നുന്നു ഈ ചേട്ടനെ ഇവിടെ വന്ന് കാണാനും ഇവിടെ വന്ന് ഈ തോട്ടം നമ്മൾ ഈ തോട്ടത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയതിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. വളരെയധികം സന്തോഷം എടുത്തെടുത്ത് പറയുന്നു. ഇന്ന് രാവിലെ നനച്ചായിരുന്നു ഇത്? അതെ അല്ലേ? ഇതിനകത്ത് പിന്നെ ചെയ്തിരിക്കുന്ന പട്ടിക ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ചാടും അല്ലേ? ഇത് സ്പ്രേ ആയിട്ടാണോ വന്നെ അല്ലെങ്കിൽ തുള്ളി തുള്ളിയായിട്ടാ അല്ലേ? ഈ ഡ്രിപ്പിൽ ഒത്തിരി വെള്ളം കിട്ടില്ല എന്നുള്ളത് അത് വേണമെങ്കിൽ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഇല്ലല്ലോ, എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് വിടുന്ന ഇത് അല്ല, വീട്ടിലിരുന്നോണ്ട് തന്നെ ചെയ്യണമെന്നില്ല. മൊബൈലിൽ എന്ന് പറയുമ്പോൾ ഇന്റർനെറ്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമുക്കത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ മാനുവലി ഒരു സിസ്റ്റം ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ എന്ന് പറയാൻ പറ്റില്ല, ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ ടൈമും അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിനനുസരിച്ച് ഇത് ഓൺ ആവും. ഓക്കെ ഓക്കെ. ഇത് 4 സോണായിട്ടാണ് മൊത്തം തിരിച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ടൈം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇവിടെ സെറ്റ് ചെയ്ത് ഇവിടെ തന്നെ ഞാൻ ഓരോ ടൈം കാണിച്ചു. ഓക്കെ. ഇത് മോട്ടോർ പെരയായിട്ട് തന്നെ പണിതാക്കുന്ന അല്ലേ? ഇപ്പോൾ എവിടെയാ കിണർ കുഴിച്ചേക്കുന്ന? എവിടെയാ? താഴെ കുഴിച്ച. എന്നാൽ അവിടുന്ന് ഇവിടുന്ന് പൈപ്പ് ഇട്ടാകും അല്ലേ? ഇതിപ്പോൾ നമ്മൾ സബ്മേഴ്സിബിൾ മോട്ടറിൽ നിന്ന് അതെ അല്ലേ? ഈ സബ്മേഴ്സിബിൾ മോട്ടറിൽ നിന്ന് ഇത് HTP പൈപ്പിൽ കൂടെ വെള്ളം വരികയാണ്. അപ്പോൾ അതിലേക്ക് കറണ്ടും ഉണ്ട്, അതിലേക്ക് പോവുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഫെർട്ടിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ഫെർട്ടിഗേഷൻ എന്ന് പറയുമ്പോൾ ഇതിലാണ് വളം കയറ്റി വിടുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ബൈപ്പാസ് ചെയ്ത് മെയിൻ ലൈനിൽ നിന്ന് വന്ന് ബൈപ്പാസ് ചെയ്ത് നമ്മൾ ഇത് ആരാ ഇതിൻ്റെ വർക്കൊക്കെ ചെയ്തേ? ഇത് ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ളൊരു ഒരാളല്ലേ? ഒരു തണ്ണിമത്തൻ്റെ ഒരു തോട്ടത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയിരുന്നു. സെയിം സംഭവം തന്നെ നമ്മൾ ചാനൽ വീഡിയോ എടുത്തായിരുന്നു ഇതിൻ്റെ. അത് പുള്ളി തന്നെയാണ് സ്വന്തമായിട്ട് ചെയ്യുന്നത്. പട്ടാമ്പിക്കാരാണ് അപ്രൈ ചെയ്തേക്കുന്നത്. അതെ അല്ലേ? ഇത് ഇതിന്റെ ഫിൽറ്ററാണ്. ഇത് സാധാ മോട്ടറല്ലേ? ഇത് സബ്മേഴ്സിബിൾ ഡെക്കാൻ്റെ മോട്ടർ എനിക്ക് അവിടെയും ഞങ്ങൾക്കിപ്പം ചേട്ടൻ്റെ എല്ലാം പുരയിടത്തിൽ. ഡെക്കാൻ്റെ മോട്ടർ മറ്റേ ഹൈറ്റുള്ള മോട്ടറാണോ? അതല്ല, ഇത്ര ഒരു സിലിണ്ടറിക്കലാണ് വെള്ളത്തിൽ ഇറക്കിയിടാവുന്നത്. ഫുഡ് വാല്യൂ വേണ്ട. അഡ്വാൻസ് ഹൈഡ്രോടെക് എന്ന് പറഞ്ഞ കമ്പനിയാണ് ചെയ്തത്. അതെ അല്ലേ? ലിൻഡോ എന്ന് പറഞ്ഞ ആളാണ്. ഇത് ഫിൽറ്റർ ഇതല്ലേ ഈ കാണുന്നല്ലേ? ഫിൽറ്റർ ഇത് എന്തിൻ്റെന്ന് പറയുമോ? അത് നമുക്ക് പ്രഷർ ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇൻലെറ്റും ഇത് ഔട്ട്ലെറ്റുമാണ്. അപ്പോൾ നമുക്ക് ഈ പ്രഷർ ഈക്വലായിട്ട് വരണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഇപ്പം നമ്മൾ ഈ വളമൊക്കെ കയറ്റി വിടുമ്പോഴത്തേക്കും പ്രഷർ ഭയങ്കരമായിട്ട് താന്നു പോകും. അപ്പോൾ അത് പോണ നമ്മളൊന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. ഫിൽറ്റർ അയച്ച് കഴിയാൻ പൊടി അധികം വന്നു കഴിഞ്ഞാൽ ഇതിൽ വ്യത്യാസം വരും അല്ലേ? അതെ അതെ. കരടൊക്കെ വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വ്യത്യാസം വരും അല്ലേ? ഇവിടെ പ്രഷർ ഹൈ ആയിരിക്കും, ഇവിടെ പ്രഷർ ലോ ആയിരിക്കും ഫിൽറ്റർ ക്ലീൻ ചെയ്തില്ലെങ്കിൽ. ഓക്കെ ഓക്കെ. ഇനി എനിക്കൊരു ഐഡിയ ഉള്ളതിനനുസരിച്ച് ഇതാണ് ഓട്ടോമാറ്റിക് വാൽവ്. ഇപ്പോൾ ഇതല്ലേ? ഇത് മാനുവൽ വാൽവും ഇത് ഓട്ടോമാറ്റിക് വാൽവ്. ഇപ്പൊ മാനുവൽ വാൽവ് ക്ലോസ് ആയിരിക്കും. ഇത് ഉള്ളിലൊരു ഡിവൈസ് ഉണ്ട് മോട്ടോർ റൂമിന്റെ ഉള്ളിൽ. അത് കാണിച്ചു കൊടുക്കും. അത് ഞാനിപ്പോ കാണിച്ചു. അതിന് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓണും ഓഫും ആവും. അതല്ലേ? ഇത് റെയിൻബേർഡിന്റെ ഡിവൈസ് ആണ്. ഓക്കെ. നമ്മള് ഇത് ഓട്ടോയിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഇത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ടാവും.
ഇപ്പോൾ ഇത് സ്റ്റാർട്ടഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ. ഇത് സ്റ്റേഷൻ 1. സ്റ്റേഷൻ 1 എന്ന് പറയുമ്പോൾ സോൺ 1-ൽ 30 മിനിറ്റ് ബാക്കിയുണ്ട് റിമൈനിങ് ടൈം. അപ്പോൾ 30 മിനിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നനയ്ക്കും. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് സോൺ മാറ്റണമെങ്കിൽ ഇത് ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേഷൻ 2 രണ്ടാമത്തെ സോണിലേക്ക് മാറും. ഇപ്പം ഞാൻ ഓൾറെഡി നനയാൻ തുടങ്ങി. നമുക്ക് ഈ ഓരോ സോൺ ഇങ്ങനെ മാറ്റാം. 4 സോണുണ്ട് ഇവിടെ. മൊത്തം 4 സോണുണ്ട്. അത് ഏത് ഭാഗത്തൊക്കെ ഒന്ന് പറയോ ഇവിടെ ഒന്നുകൊണ്ട് തന്നെ? എന്തോ അങ്ങറ്റം ഒരു സോണ്. ഇതിന്റെ അങ്ങറ്റം ഒരു രണ്ടാമത്തെ സോൺ. പിന്നെ ഈ ഏരിയ 4ാമത്തെ സോണും താഴത്തെ ഏരിയ 3ാമത്തെ സോണും. നമ്പർ ഓഫ് പ്ലാന്റ്സ് അനുസരിച്ച് ഡ്രിപ്പിന്റെ നമ്പർ അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ അത് ഈ ഡ്രിപ്പ് ചെയ്യുന്ന ആൾക്കാർ തന്നെ 60 സെന്റ് വെച്ച് വരും ഓരോ സോണ്. അങ്ങനെ പറയാവോ? അങ്ങനെ പറയാം അല്ലേ? ഇത് ഈക്വൽ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തോണ്ട് നമുക്ക് അങ്ങനെ പറയാം. ഈക്വൽ അല്ലെങ്കിൽ ആ ഒരു ചെടിക്ക് അനുസരിച്ചായിരിക്കും. ഇപ്പൊ 3-ലാണ്. ഇതിലിട്ട് ഇതില് സ്റ്റാർട്ട് ആവുന്നുള്ളൂ. ഇങ്ങനെ തുള്ളി ഇപ്പോൾ ഓൾറെഡി മോട്ടർ ഓണല്ലേ? ഓണായി. സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. സൗണ്ട് ഈ എയർ തള്ളി പോകുന്നു. ആദ്യം എയറിന്റെ സൗണ്ട് ആണ് ആദ്യം വരുന്നത് അല്ലേ? എയറിന്റെ സൗണ്ട്. രാത്രിയിലുണ്ടോ നനവനുണ്ടോ? രാത്രിയിൽ ഇപ്പൊ കൊടുക്കുന്നില്ല. വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഇപ്പൊ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഡ്രിപ്പ് ചെയ്ത ആൾ തന്നെ പറഞ്ഞു ഇപ്പൊ ചെയ്യണ്ട, ഉച്ച കഴിഞ്ഞിട്ട് നിർത്തണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഏർലി മോർണിംഗ്. അതെ അല്ലേ? ഇനി വാഴയ്ക്ക് എന്ത് വളമാണ് ചെയ്യാനുള്ളത്? ഇനി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പൊട്ടാഷ് കൊടുക്കാം. പൊട്ടാഷ് ഇലവളമായിട്ടാണ് പൊട്ടാഷ് കൊടുക്കുന്നത്? ഇലവളാണ് SOP അടിക്കണം. ഇതിന്റെ കൊല ആയി കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ ഓൾറെഡി ഇതന്നെ ഇതിന്റെ ഗ്രോത്ത് കണ്ടോ? ഇതൊക്കെ രണ്ടാമത് കുറെ കേട് മാറ്റി വെച്ചത്. അല്ലാത്ത വാഴയുടെ ഉള്ളിലേക്കുള്ള വാഴയ്ക്കൊക്കെ നല്ല കടവണ്ണമുണ്ട്. അപ്പൊ കടവണ്ണം ഉള്ളതുകൊണ്ട് നമ്മളിപ്പോ കൊല തള്ളിപ്പോകും. വളയിട്ട് ഇനി ഇത് കമുകിന് ഇപ്പൊ എന്ത് വളമൊക്കെ നമ്മളിപ്പോ 6 മാസം കൊണ്ട് ചെയ്തേക്കുന്നേ? കമുകിന് ആദ്യം 16 സെപ്പറേറ്റ് കുഴി കുഴിച്ചോ? നമുക്ക് JCB കിളച്ചാറിന് അധികം കുഴി കുഴിക്കേണ്ട വന്നില്ല, ചുമ്മാ തൂമ്പായിക്ക് എന്നാലും പ്രോപ്പറായിട്ട് കുഴി വെച്ചേ. കുഴി അതെല്ലേ? ഒരടിയുടെ കുഴി കുത്തിയോ? ഒരടി കുഴി, 1 അടി സമചതുരത്തിലുള്ള കുഴി കുത്തി. അതിനുശേഷം തൈ ഇറക്കി വെച്ചു. പിന്നെ എന്നാക്കെ വളം ആദ്യം നമ്മൾ ഈ കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി ഇട്ടു. അതിന് മുമ്പ് നമ്മൾ ഡോളോമൈറ്റും കുമ്മായം ഇട്ടു. അത് കറക്റ്റ് ആയിട്ട് ഡോളോമൈറ്റ് കുമ്മായം ഇട്ടിട്ട് ഒന്ന് മഴ നനഞ്ഞ് ഇതൊന്ന് മറ്റേ മണ്ണുമായിട്ടൊക്കെ ഒന്ന് ലയിച്ച് കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ. അന്നേരമാണ് ഈ കറക്ഷൻ നടക്കുള്ളൂ. pH വാല്യൂ കറക്റ്റ് ചെയ്യാൻ. ഒക്ടോബറിലാണ് വെച്ചതല്ലേ കമുക? ഇത് ഒക്ടോബറിൽ അതിന് മുമ്പ് വെച്ചല്ലേ? ഒക്ടോബർ ആദ്യം, സെപ്റ്റംബർ അവസാനം. വേണ്ടോ ആ വെള്ളം വീഴുന്ന നോക്കും. ഇതാണ് തുള്ളി തന്നെ അല്ലേ? ഇങ്ങനെ കാണിച്ചു തരാം. 1 മിനിറ്റിൽ സംഭവം മനസ്സിലായി. എല്ലാവർക്കും ഈ ഡ്രിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചെടിക്ക് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം കൊടുത്തിട്ട് കാര്യമില്ല. ഡ്രിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും തെറ്റിദ്ധാരണ സ്പ്രിംഗ്ലർ ഇടുന്നല്ല നല്ല, ഡ്രിപ്പ് എന്തിനാണെന്നുള്ള ഒരു ചോദ്യം എപ്പോഴും ഇവിടെ വന്ന ആൾക്കാരെല്ലാവരും ചോദിച്ചിട്ടുള്ള ചോദ്യം. അന്നേരം ഞാൻ കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അതല്ലേ? ഇലയൊന്നും വരാൻ പാടില്ല. അത് കണ്ടോ പച്ച. ഈ മണ്ണ് പരിശോധന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതൊന്ന് പറയുമോ? അത് നമ്മളിപ്പം കൃഷിഫാമിൽ ഇതിന്റെ സോയിൽ ടെസ്റ്റിംഗ് ലാബുണ്ട്. അവിടെ കൊണ്ട് കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മുടെ എന്തൊക്കെ മിനറൽസ് ഒരു സ്ഥലത്ത് വേണമെന്നുള്ള ഒരു കറക്റ്റ് കുമ്മായി ഉൾപ്പെടെ അവർ പറയുമോ? പറയുമല്ലേ? ഇത്ര pH കറക്റ്റ് ചെയ്യാനായിട്ട് കുമ്മായം ഓട്ടോമാറ്റിക്. pH നമ്മൾ സ്വന്തമായിട്ടാണ് നോക്കുന്നത്? അല്ല, അവിടെ കൊടുത്താൽ നമ്മളിപ്പോൾ അതിന് ശേഷം മെഷീൻ മേടിച്ചു. ഇവിടെ മെഷീൻ മേടിച്ചു. ആമസോണിൽ നമുക്ക് ചെറിയ ഡിവൈസ് കിട്ടും, 500 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും. അത് നമുക്ക് തന്നെ ഒരു ഇച്ചിരി വെറ്റായിട്ടുള്ള സോയിലിൽ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ ഇതിന്റെ ഡിവൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലേക്ക് പോകുന്നുണ്ട്, അവിടുന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ സുഹൃത്തുക്കളെ. പിന്നെ ഇനി ഇതിനകത്ത് ഞാൻ പലപ്പോഴും കൃഷിക്കാർക്ക് പറ്റുന്ന ഒരു ഇതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ലോങ് ടൈമിലേക്ക് നമ്മൾ ചെയ്തേക്കുന്ന 2 കാര്യം എന്ന് പറയുന്നത്, ഒന്ന് തേക്ക്, രണ്ടാമത്തത് മാംഗോസ്റ്റിൻ. നമ്മൾ ലോങ് ടൈം വിള തരുന്നതാണ്. നമുക്ക് 2 വരുന്നുണ്ട്. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു 6 വർഷം കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ക്രോപ്പ് കിട്ടുന്ന ഒന്നാണ് ഇത് 6 വർഷം.
ഇത് ഒരു വർഷം തനത് വർഷം നമുക്ക് കിട്ടുന്ന ഇവിടുത്തെ പണിക്കൂലിയും എല്ലാം കിട്ടാൻ പാകത്തിനാണ് നമ്മൾ വാട ചെയ്തേക്കുന്നത്. വാട ചെയ്തതിന് 2 കാരണമുണ്ട്. ഒന്ന് പണിക്കൂലി ഇതിൻ്റെ അകത്ത് കിട്ടുക, രണ്ടാമത്തത് ഇത് കിട്ടണം, അതിന് ഷെയ്ഡ് കിട്ടണം. ആ ഷെയ്ഡ് കിട്ടിയില്ലെങ്കിൽ ഈ കമുകിന് കേരളത്തിലുള്ള ഒരു പ്രശ്നം, കേരളത്തിലെ വെതറിന് കമുക് സൂട്ടബിൾ അല്ല എന്ന് പലരും പറയുന്നതിൻ്റെ കാരണം അതാണ്. എൻ്റെ പൊള്ളിപ്പോവുക. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഞാനൊന്ന് ആലോചിക്കുന്നത്, അതൊരു എക്സ്പെരിമെൻ്റാണ്. ഈ വാഴ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് 4 വാഴയ്ക്കിടയ്ക്ക് ഒരു കൊക്കോ വെച്ചുകൂടാം? കൊക്കോയുടെ വില നല്ല ഐഡിയ. കൊക്കോ വെച്ചുകൂടാം, വെക്കാൻ വേണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഞാൻ പഠിച്ചടിച്ച് കമുക് പൊങ്ങി പൊക്കോളും. അതെ, നന്നായിട്ട് പൊങ്ങി പൊക്കോളും. അതിന് കൊക്കോയ്ക്കും ഷെയ്ഡ് കുഴപ്പമില്ല, മാങ്കോസ്റ്റിന് ഷെയ്ഡ് കുഴപ്പമില്ല. അതാണ്ട് 2 റോയിൽ ഇടവിട്ട് ഒന്നട്ടാടം ചെയ്താൽ മതി. നമുക്കത് ശരിക്കും ബഡ് ഒക്കെ നല്ല കിട്ടും. അത് പ്രൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൂൺ ചെയ്തത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഇതെന്താണ്, നമ്മൾ ഈ അണ്ണാൻ്റെ ശല്യം, അണ്ണാൻ ശല്യം ചെയ്താലും നമുക്ക് കുഴപ്പമില്ലെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. കാരണം ഇതിൻ്റെ അവിടെ ഇട്ടിട്ട് പോകും. അതിൻ്റെ അതിൻ്റെ പഴുപ്പില്ലേ, പഴുപ്പാണ് കൂടുതൽ കഴിച്ചിട്ട് പോകുന്നത്. കൊക്കോക്കുരു തന്നെ പല ടൈപ്പ് ഉണ്ടല്ലേ? പറക്കിയെടുക്കാൻ എളുപ്പമുള്ള വലുപ്പമുള്ള ചക്കക്കുരുവിൻ്റെ അത്ര തന്നെ വലുപ്പമുള്ള കുരുക്കളും ഉണ്ട്. കൃഷിക്കാരനെ സംബന്ധിച്ചോളം തനത് ഏതെങ്കിലും ഒരു വിള, റബ്ബർ കൃഷി, റബ്ബർ പരാജയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള പല കൃഷിയിലേക്ക് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ സംബന്ധിച്ച് തുടക്കക്കാരനാണ്, ഇവനും പഠിച്ചു വരുന്നുള്ളൂ. എങ്കിലും ഞങ്ങളുടെ ഒരു സ്കാൻ തിങ്കിങ് ആണ്, ഇത് ചെയ്യാൻ പറ്റുമോ. ഒന്ന് ലൈനിൽ നീറ്റായിട്ട് നടണം എന്ന് നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കമുകിന്റെ ചുവട്ടിൽ ഒരു പ്രാവശ്യമാണോ, നട്ടപ്പിന് ഒരു പ്രാവശ്യമാണോ ഈ ചാണപ്പൊടി ഇട്ട? അല്ല, ചാണപ്പൊടി ഒരു പ്രാവശ്യം. അതിനല്ലാണ്ട് മറ്റു വളങ്ങൾ ചെയ്യുന്നത്. ഈ ഡ്രിപ്പിക്കട് ഞങ്ങൾ എപ്പോഴും കൊടുക്കുന്ന വളം എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഐസിൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ വളം കൊടുക്കുന്നുണ്ട്. ലിക്വിഡ് 19 ഒരു വളം കൊടുക്കുന്നുണ്ട്. പിന്നെ പൊട്ടാഷ്യം, അങ്ങനെ പലതും ഈ ഡ്രിപ്പിൽ കൂടി കൊടുക്കുന്നുണ്ടല്ലേ? മാഗ്നീഷ്യം കൊടുത്തു, റീസെന്റ് ആയിട്ട് മാഗ്നീഷ്യം കൊടുത്തു. ഈ ഒരു വാഴയ്ക്ക് എന്തേലും ഒരു നമുക്ക് മില്ലിഗ്രാം കണക്കാക്കിയിട്ട് ഒരു വാഴയ്ക്ക് എന്തേലും ചെല്ലുന്നു പറയാൻ പറ്റുമോ നമുക്ക്? ഒരു എത്ര ഗ്രാം വെച്ച് ചെല്ലുന്നു പറയും? മില്ലിഗ്രാം അല്ല, എത്ര ഗ്രാം വെച്ച്? നോർമലി പൊട്ടാഷ് പറഞ്ഞാൽ മതി. പൊട്ടാഷും അതുപോലെ നൈട്രജൻ. ഈ മോട്ടർ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്ന മോട്ടറിൽ എത്ര എമൗണ്ട് ഓഫ് വെള്ളം വരണ്ട്, ഔട്ട്പുട്ട് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം. പിന്നെ ഓരോ ഡ്രിപ്പിൽ എത്ര വെള്ളം 1 മിനിറ്റിൽ പോകേണ്ടെന്ന് നമ്മുടെ അടുത്ത് ഇതിൻ്റെ തന്നെ ചെയ്ത ആൾ നമുക്ക് അഡ്വൈസ് ചെയ്തു. ഇത്ര നേരം ഇത്ര ലിറ്റർ വെള്ളം പോകണ്ട. അതിനനുസരിച്ച് നമുക്കൊരു ബേസിക് ഐഡിയ. നമ്മളിത് എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് നമ്മളിങ്ങനെ ആദ്യം കുറച്ചൊക്കെ കൊടുക്കണ്ടായിരുന്നു. 1 കിലോ ഒക്കെ ആയിരുന്നു നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ആലോചിച്ചപ്പോൾ 1 കിലോ ഇത്രയും ചെടികൾക്ക് ഇത്രയും ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് പോകുമ്പോൾ എത്ര ഗ്രാം കിട്ടും? 1 ഗ്രാം പോലും കിട്ടുന്നില്ല. അപ്പോൾ അസിൽ കമ്പനിയുടെ ഫെർട്ടിഫ്ലോ എന്ന് പറഞ്ഞ NPK ആണ് 19. ഇതൊരു 25 കിലോയുടെ. ഇത് നമുക്ക് ശരിക്കും ഏതൊക്കെ വളം വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്? NPK എല്ലാം വരുന്നുണ്ട്. ഇതിൽ നോക്കാം. നൈട്രജൻ വരുന്നുണ്ട്, ഫോസ്ഫേറ്റ് വരുന്നുണ്ട്, പൊട്ടാഷ് വരുന്നുണ്ട്, ക്ലോറൈഡ് വരുന്നുണ്ട്, സോഡിയം വരുന്നുണ്ട്. അതൊക്കെ അത്രേ ഉള്ളൂ. അതായത് വാട്ടർ സോളുബിൾ ആണിത്. അതെല്ലേ? ഇത് പെട്ടെന്ന് ഡിസോൾവ് ആയിക്കോളും. അതെല്ലേ? ഓക്കെ. വാട്ടർ സോളുബിൾ മിക്സ്ചർ ഇതിനകത്തുണ്ട്. അപ്പോൾ ആദ്യം ഇത് മൊത്തം വാഴയ്ക്കായിട്ട് ഇപ്പോൾ എത്ര കിലോ വളം കൊടുക്കുന്നുണ്ട് മോനെ? ഓരോ പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഇത് 4 സോൺ ആയതുകൊണ്ട് ഞാൻ ഈ പാക്കറ്റ് 4 ഏകദേശം ഒരു 5 കിലോ വളം വെച്ച് കൊടുക്കുന്നുണ്ടല്ലേ ഒരു സോണിലേക്ക്? 6 കിലോ മേളിലാണ് ഒരു സോണിലേക്ക് കൊടുക്കുന്നുണ്ട്. സോണിലേക്ക് തന്നെ ഉണ്ട്. നമുക്ക് സോയിലിൻ്റെ pH ചെക്ക് ചെയ്യാനായിട്ട് ഉള്ള ഡിവൈസാണ് ഇത് നമുക്ക് ആമസോണിലൊക്കെ കിട്ടും, ഓൺലൈനിൽ. ഇത് നമുക്ക് ഇപ്പോൾ pH 7 ആണ് കാണിക്കുന്നത്. ഇതിൻ്റെ വില എന്നാ വരും മോനെ? ഇതൊരു 500-600 റുപ്പീസ്. മണ്ണിൻ്റെ pH നോക്കാനായിട്ടല്ലേ? മണ്ണിൻ്റെ pH നോക്കാനായിട്ട് കാണിക്കുമോ അതെങ്ങനെയാന്ന്? മണ്ണിൽ കുറച്ച് നനവുണ്ടായിരിക്കണം, എന്നാലേ ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു 2 സെന്റിമീറ്റർ മണ്ണിൽ നനവ് വേണം, കാരണം നമ്മൾ മണ്ണിൽ നനച്ചു. അതെ, 2 സെന്റിമീറ്റർ എങ്കിലും താഴോട്ട് പോകണം. 2 സെന്റിമീറ്റർ അല്ലേ? ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് 6.7 ആണ്. ഇതാണ് അതിൻ്റെ pH? ഇതാണ് അതിൻ്റെ pH. അതല്ലേ? ന്യൂട്രലാണ്. അപ്പോൾ എത്ര അതിൻ്റെ മിനിമം എത്രയാണ്? 7 ആണ് ന്യൂട്രൽ. അപ്പോൾ 7ൻ്റെ താഴോട്ട് പോകുമ്പോൾ അത് അസിഡിക് ആവും.
7ന്റെ മേളിലേക്ക് പോകുമ്പോൾ അത് ആൽക്കലൈൻ ആയിപ്പോകും. ഇപ്പോൾ ഈ നമ്മൾ 1 ഏക്കർ ഉണ്ടെങ്കിൽ പല സ്ഥലത്തും പല VH ആയിരിക്കുമോ? അതെ. അപ്പോൾ നമ്മളത് ഒരേ ലെവലിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? മണ്ണ് സോയിൽ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പല സ്ഥലത്തു നിന്നും സോയിൽ എടുത്തിട്ട് അത് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ സോയിൽ ടെസ്റ്റിന് കൊടുക്കുന്നത്. അതായത് ഉപരിതലത്തിലുള്ള മണ്ണാണ് എടുക്കുന്നത്. അത് പല സ്ഥലത്തും എടുത്തിട്ട് മിക്സ് ചെയ്യണതല്ല അവിടെ. അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഈ തണലത്ത് ഉണക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. ഈ കുരിശ് രൂപത്തിൽ ഇല്ലെങ്കിൽ 4 ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്തിട്ട് 2 അക്രോസ് ഡയഗണൽ ആയിട്ടുള്ള 2 പോർഷൻ എടുക്കണം. വീണ്ടും അത് വീണ്ടും നിരത്തണം. നിരത്തി കഴിഞ്ഞിട്ട് വീണ്ടും ഡയഗണലായിട്ട് എടുത്തിട്ടാണ് അത് കൊടുക്കേണ്ടത്. അതെ അല്ലേ. ഇത് തണലത്തിട്ട് ഉണക്കണം അങ്ങനെ വല്ല കണ്ടീഷൻ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഉണക്കൊന്നും വേണ്ട. എന്നിട്ട് ഇത് നനച്ചിട്ടാണ് അവർ നോക്കുന്നത്. അത് അവർ ലാബിൽ ടെസ്റ്റ് ചെയ്തു. നമുക്കിങ്ങനെ നനച്ചിട്ട് ഇവിടെ നോക്കിയാൽ നമുക്ക് ഏകദേശം നമുക്ക് ഇത് നമുക്ക് കാഷ്വൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. പക്ഷേ അതാണ് ശാസ്ത്രീയമായിട്ട് അവർ ലാബിൽ തന്നെ കൊടുത്തിട്ട് ഈ സർക്കാരിൻ്റെ അഗ്രികൾച്ചർ ഫാമുകളിലൊക്കെ ഉണ്ട്, അവിടെ കൊടുത്ത്. അതിൽ ഇതിന് വ്യത്യാസമുണ്ടോ? PH വ്യത്യാസമുണ്ടോ? അവരുടെ റിപ്പോർട്ട് ഇതൊരു നമുക്ക് റാൻഡം ചെക്ക് ചെയ്യാമെന്ന് നമുക്ക് ഒരു പോട്ടിലൊക്കെ നടന്ന ചെടികളൊക്കെ നമുക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഡോളമൈറ്റ് ഇടാറായോ എന്നൊക്കെ ഒന്ന് അറിയണം. ഇപ്പോൾ മിനിമം PH 7 വേണമെന്നാണ് പറഞ്ഞത്. 7 ന്യൂട്രൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് കുറവുണ്ട്, PH കുറവുണ്ട്. PH ഒരു 6.8 അത് കുഴപ്പമില്ല. 6 പോയിന്റ് കുഴപ്പമില്ല. മീഡിയം ഉണ്ടല്ലേ? പിന്നെ ഉള്ള എന്നാ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു. നമ്മളതിൻ്റെ ക്യൂറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഡോളോമൈറ്റോ കുമ്മായോ ഇടുന്നു. പച്ചക്കൊക്കെ ഇടുന്ന പൊടിച്ചൊക്കെ ഇടുന്ന വടമല്ലാണെന്നാണ് പറയുന്നത്. അപ്പോൾ സ്ലോലി റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എപ്പോഴും ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതിന് ഈ റാൻഡം ചെക്കിങ്ങിന് ഇത് കറക്റ്റായോ എന്നറിയാൻ വേണ്ടി ഇത് ചെയ്യാൻ പറ്റും. ഈ പ്രാവശ്യം ഞങ്ങളുടെ തോട്ടത്തിൽ മുഴുവൻ ഇത് വെച്ചിട്ടാണ് അത് കറക്റ്റ് ചെയ്തത്. ഇത് വെച്ചിട്ട് മോനെ എൻ്റെ പേരൊന്നോടെ ഒന്ന് പറയുമോ? ഇത് PH മീറ്ററാണ്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ എന്താ എങ്ങനെയാ? സോയിൽ സർവേ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയും. സോയിൽ സർവേ ഇൻസ്ട്രുമെൻ്റ് അല്ലേ? ഓക്കെ. അല്ലെങ്കിൽ PH മീറ്റർ എന്നും പറഞ്ഞ് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമല്ലേ? വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല. അത്യാവശ്യം ഒരു കർഷകനെ സംബന്ധിച്ച് വേണ്ട സംഭവം. പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അല്ലേ? ഈവൻ ഇപ്പം ജലാംശം, ഒരു സ്ഥലത്ത് ജലാംശം എത്ര ഉണ്ടെന്ന് അറിയാനുള്ള മീറ്റർ ഉണ്ട് ഇപ്പം. അത് നമുക്ക് വേണമെങ്കിൽ എല്ലാ സ്ഥലത്തും ഇങ്ങനെ. ഇത് ബാറ്ററി ചാർജ് ചെയ്യുന്നതാണോ? അത് ഇത് ബാറ്ററി സെപ്പറേറ്റ് അല്ല, നോർമൽ അല്ല. ഓക്കെ. ഇത് ഓഫ് ചെയ്തായിരുന്നു.